ഹാറ്റിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ വീർ അത് അണിഞ്ഞതും അവന്റെ കൺട്രോളിലായി പോയത്. ആ ഹാറ്റ് നമുക്ക് എടുത്തേ പറ്റൂ. പക്ഷേ നമ്മൾ എങ്ങനെ അവനെ ഫോളോ ചെയ്യുന്നത്? ഒരു പക്ഷേ കഴുതകൾക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതിനെന്താ, നിനക്ക് ഓർമ്മയില്ലേ ആ പറക്കുന്ന ചിറകുണ്ടല്ലോ? വേഗം ചെല്ലു ചുൽബുൾ, അവർ ഒരുപാട് ദൂരം പോകുന്നതിന് മുന്നേ നമുക്ക് പിടികൂടണം. എനിക്കത്ര വേഗത്തിൽ പറക്കാനൊന്നും പറ്റില്ല. അത് ചെയ്യേണ്ടത് നീയാണ്. എത്ര പെട്ടെന്ന് നീ പെടല് ചവിട്ടുന്നു അത്ര പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അത് ശരി. ചുൽബുൾ, ഞാനിപ്പോ ജമ്പ് ചെയ്ത് വീറിന്റെ താഴെയുള്ള ഹാറ്റ് തട്ടിത്തെറിപ്പിക്കണം. പക്ഷെ എമിലി, നീ താഴെ വീണാലോ? വീറിന് വേണ്ടിട്ട് ഞാൻ അത്രമൊരു റിസ്ക് എടുത്തേ പറ്റൂ. ഓ, ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഒരുപക്ഷെ ആ ഹാറ്റ് എന്നെ കൺട്രോൾ ചെയ്തെന്നാ തോന്നുന്നത്. എമിലി, ചുൽബുൾ, ഞാനിതാ വരുന്നു. Very smart. നീ ആരെ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുവല്ല. ഞാനിപ്പോൾ നിന്നെ രക്ഷിക്കാം. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ എന്തിനാ സ്വർണം മോഷ്ടിക്കുന്നത്? എല്ലാം പറഞ്ഞേ മതിയാകൂ. എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നത്? ആരാടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ, വീർ ദ റോബോ ബോയ്. 3 വരെ ഞാൻ എണ്ണും. അതിനു മുന്നേ നീ ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. 1 2 3. അതിപ്പോ ഞാൻ തന്നെ എണ്ണിക്കഴിഞ്ഞു. അടിച്ചു മാറ്റിയ സ്വർണം നീ തിരിച്ചു തന്നേക്ക്. എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോയിക്കോ.
നീ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് ഈ ഫൈറ്റിന് ഞാൻ റഫറി ആയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഫൈറ്റർ ഫുർസത്ത് കഞ്ചിലെ ചിണ്ടു, പിന്നെ ഫാൽത്തൂർ കഞ്ചിലെ ബോക്സർ ടാങ്കു. ഓക്കേ, റെഡി? ചിണ്ടു, all the best. അടച്ചു പൊളിക്ക് ചിണ്ട്. ഓക്കേ. പകൽ സമയത്ത് എന്റെ കണ്ണുകളിൽ നക്ഷത്രം കാണുന്നുണ്ടല്ലോ. ചിണ്ടു, ഫൈറ്റ് ഒന്ന് സ്റ്റാർട്ട് ആകട്ടെ. സോറി. ചിണ്ടു, ടാങ്കു, റെഡി? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ട് ഫൈറ്റ്. ചിണ്ടു, കൗണ്ടിങ് നീയല്ല, റെഫറിയാണ് പറയേണ്ടത്. ഏതെങ്കിലും ബോക്സർ താഴെ വീഴുമ്പോഴാണ് പറയാ. പകൽ സമയത്ത് എന്റെ കണ്ണുകളിൽ വീണ്ടും നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കേ, ഫൈറ്റ്. ഈ റോബോട്ട്സ് നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? സ്പേസ് ഷിപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ലാൻഡ് ചെയ്തേ പറ്റൂ. അപ്പൂപ്പ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ രാത്രിയായി പോയല്ലോ. പോരാത്തതിന് ആ റോബോട്ട്സ് നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. വീർ എവിടെ ഉള്ളേന്ന് അറിയില്ല. അവന്റെ അവസ്ഥയും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. അപ്പൂപ്പ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇവിടെ സേഫ് ആണ്. നേരം വെളുക്കുന്നതും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കേ വീർ, നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിന്റെ സ്യൂട്ട്സ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. അതിനു മുമ്പ് എന്റെ റോബോട്ട്സ് വീറിന്റെ കഥ അവസാനിപ്പിക്കും. എല്ലാം നശിച്ചു പോകും. ഞാൻ ഇവിടെ പാറക്കെട്ടിനിടയിൽ ഒരു ചെറിയ കേവിൽ പതുങ്ങിയിരിക്കുക എമിലി. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആയി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. I am mad.
വെരി വെരി മാഡ്. ടിംബക്ടു, നീ അവിടെ വീറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ നീ വല്ലതും തിന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണോ? വേഗം ചെന്ന് കണ്ടുപിടിക്കണ. അവൻ പാറക്കെട്ടിനിടയിലുള്ള ചെറിയ ഗുഹയിൽ പതുങ്ങിയിരിക്കുകയാണ്. നീ റോബോട്ട്സിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലടാ. വരൂ.